വർഷത്തെ ഭരണം പിണറായിസത്തിനെതിരെ ഉള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ ആ 9 വർഷക്കാലത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുമെന്ന് തോന്നുന്നില്ല? ഞങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തിയാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. കാരണം അക്രമ സമരം ഞങ്ങൾ നടത്തിയിട്ടില്ല, അത് ഇനിയും നടത്തില്ല. അക്രമത്തിൻ്റേതാണ് പ്രതിപക്ഷ ശൈലിയെങ്കിൽ ആ ശൈലി ഞങ്ങൾ ഒരു കാലത്ത് അനുവർത്തിച്ചിട്ടില്ല. വലിയ തരത്തിലുള്ള ആവേശമാണ് ഇടത് ക്യാമ്പിൽ സ്ഥാനാർത്ഥി വന്നതോടുകൂടി. അല്ല, ഞാൻ ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയെ ഞാൻ മോശക്കാരനായിട്ട് പറയില്ല. സ്വരാജ് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിയമസഭയിലുണ്ടായിരുന്നു. പക്ഷേ സ്വരാജ് വന്നപ്പോൾ എന്തോ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ, ഈ 2016 ഇടത് തരംഗത്തിൽ ജയിച്ച സ്വരാജ് അതിലും വലിയ തരംഗം വന്നപ്പോൾ തോറ്റു അതേ സീറ്റിൽ തന്നെ. പറയുമ്പോൾ 46 സീറ്റ് UDF കിട്ടിയ കാലത്ത് ജയിച്ച സ്വരാജ് ഞങ്ങൾ 41 ചുരുങ്ങിയപ്പോൾ തോറ്റ ആളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം കോൺഷ്യൻസി വേണ്ടത്ര നേഴ്സ് ചെയ്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പറയുന്ന പോലെ നിലമ്പൂർ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നിലമ്പൂരുകാരനായ സ്ഥിതിക്ക് അദ്ദേഹം ഈ കാട്ടാനയുടെ ആക്രമണമൊക്കെ ഉണ്ടായപ്പോൾ ഒന്ന് ചെയ്യുന്ന തല കാണിക്കേണ്ടെങ്കിലും ആയിരുന്നില്ലേ? അത് അദ്ദേഹം ചിന്തിച്ചാൽ മതി. ഞങ്ങൾ അദ്ദേഹത്തിന് ഒരിക്കലും വ്യക്തിപരമായിട്ട് ഒരു സ്ഥാനാർത്ഥി ഒരിക്കലും ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത് ഒരിക്കലും പ്രവർത്തിക്കില്ല. നയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. മത്സരം വ്യക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല, നയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. പക്ഷേ സ്വരാജ് വന്നുകൊണ്ട് എല്ലാവരും അങ്ങ് ഭയപ്പെട്ടു പോയി എന്ന് ദയവായിട്ട് കരുതരുത്. ഒട്ടും ഭയം ഞങ്ങൾക്കില്ല. ഏതായാലും അതുകൊണ്ട് മെച്ചം കിട്ടി. കുറച്ച് ആളുകൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആ പാവം നിലമ്പൂരെ ഡോക്ടറെയൊക്കെ രാജിവെപ്പിച്ചു കൊണ്ട് നിർത്തി. അത് ദോഷമായേനെ. അതേതായാലും നന്നായി. ഡോക്ടറെങ്കിലും രക്ഷപ്പെട്ടല്ലോ. സ്വരാജിന് വിജയവും പരാജയവും ഒക്കെ ഞങ്ങൾ രാഷ്ട്രീയക്കാർക്കൊക്കെ നല്ല പതിവാണ്. കുഴപ്പമില്ല. ക്യാമ്പിൽ നിന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു സ്വരാജിനെ എന്തുകൊണ്ട് ഇറക്കുന്നില്ല, സ്വരാജിനെ ഇറക്കാത്തതിനെതിരെയൊക്കെ വലിയ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളാരും ഔദ്യോഗികമായിട്ടൊന്നും ആരും എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നില്ല. അതെങ്ങനെ എതിർ പാർട്ടിയോട് എന്തിനാ ചോദിക്കേണ്ട ആവശ്യം? അത് അവരുടെ ഇഷ്ടമല്ലേ, ആര് വേണം വേണ്ടാതെ. അത് അധികം പേഴ്സണലായിട്ട് ഇട്ടായിരിക്കും. പാർട്ടി അങ്ങനെയൊന്നും ആരെയും നിർത്താൻ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. അത് ശരിയല്ലല്ലോ ഏർപ്പാട്. CPM-ന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് CPM തീരുമാനിക്കും, കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന് കോൺഗ്രസ് തീരുമാനിക്കും. തെരഞ്ഞെടുപ്പിന്റെ കീപ് ടൈമിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇത്തരത്തിൽ ബാലിശ്യമായ പോസ്റ്റുകൾ ഇടുക, അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വർത്തമാനം പറയുക, അതൊക്കെ കുറച്ചുകൂടി പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണ്ടേ തെരഞ്ഞെടുപ്പിന്റെ സമയത്തെങ്കിലും? അതിനെക്കുറിച്ചൊന്നും ഞാൻ കമൻറ്റ് പറയുന്നില്ല. ചെറുപ്പക്കാരാകുമ്പോൾ ആവേശം കൂടും. ഞാനും ആ പ്രായത്തിലൊക്കെ അതിൻ്റെ ഇരട്ടി ആവേശം കാണിച്ച ആളാണ്. അന്ന് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ വിഷയത്തിൽ ഡോക്ടറുടെ ഒരു അവസ്ഥയെ കുറിച്ചൊക്കെ പ്രതികരണം നടത്തിയിരുന്നു. അതിന് ഡോക്ടർ തിരിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അല്ല, ഞാനും തോറ്റിട്ടുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം. അതുപോലെ ജയിച്ചിട്ടുണ്ടല്ലോ. ഡോക്ടർ പഞ്ചായത്തിലേക്ക് ജയിച്ചിട്ടുണ്ടോ? ഞാൻ ഡോക്ടറെ കുറിച്ചൊന്നും പറയാം. ഞാൻ അദ്ദേഹത്തിന് ഒരു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ എന്തിനാ ഈ പാവം ഡോക്ടർമാരെ വഴിയാധാരാക്കുന്നത്? നിങ്ങളുടെ പാർട്ടിക്കാരെ നിർത്ത് എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് ഡോക്ടർ ഇങ്ങനെ ചൂടാവേണ്ട കാര്യമില്ല. അതിന് രാഷ്ട്രീയത്തിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ നിർത്തിയതിൻ്റെ കുഴപ്പമാണ്. അല്ല, അദ്ദേഹം പിന്നെ ആ ഭാഗത്തേക്ക് കണ്ടില്ല. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരാളെ കേട്ടിട്ടില്ല. പക്ഷെ ഒരു മെച്ചം കിട്ടി. അദ്ദേഹത്തിനെ കുറിച്ച് ആൾക്കാർക്ക് ഒന്ന് ഓർക്കാൻ സമയം കിട്ടി. അതിപ്പോൾ എൻ്റെ കെയർ ഓഫിലായതുകൊണ്ട് എനിക്കും സന്തോഷമുണ്ട്. പാവം അങ്ങനെയെങ്കിലും ഒന്ന് ജനശ്രദ്ധയിൽ വന്നല്ലോ. പാർട്ടിക്കാർക്ക് ഇന്നിപ്പോൾ ഈ സ്വരാജിനെ നിർത്താൻ പറഞ്ഞ കാരണം എന്താ അറിയോ? തൃക്കാക്കരയിലും പാലക്കാടും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ചീറ്റി പോയതുകൊണ്ടാണ് ഞങ്ങൾ സ്വന്തം പാർട്ടിക്കാരെ തന്നെ നിർത്തുന്നത്. അതിൻ്റെ അർത്ഥം ചീറ്റിപ്പോയി ഞാനല്ല പറഞ്ഞ്, നിർത്തിയ ആൾക്കാർ പറയുകയാണ് ചീറ്റിപ്പോയി എന്ന്. അതിന് എൻ്റെ വെക്കട്ടേക്ക് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? മഴവിൽ സഖ്യമുണ്ട് എന്ന് പിന്നെ ഇടതുപക്ഷത്തിൽ ആരോപിക്കുന്നത് UDF-ന്റെ ഭാഗത്ത് വർഗീയ ശക്തികളൊക്കെ ചേർത്തുകൊണ്ട്. ഞങ്ങൾക്ക് UDF-ൽ തന്നെ നല്ല കരുത്തുള്ള പാർട്ടികളുണ്ട്. പിന്നെ ഇലക്ഷൻ നിൽക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും. കെ മുരളീധരനാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്.